എറണാകുളത്ത് റാഗിംഗ് ചെറുത്ത വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് നേരെയാണ് മർദ്ദനമുണ്ടായത്. പരിക്കേറ്റ വിദ്യാർത്ഥി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുറുപ്പുംപടി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റാഗിംഗ് എതിർത്ത +1 വിദ്യാർത്ഥിയെ സ്കൂൾ ശുചിമുറിയിൽ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ തലയിലും പുറത്തും അടിവയറിനും അടിയും ചവിട്ടുമേറ്റ വിദ്യാർത്ഥിയെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 20 പേരടങ്ങുന്ന സീനിയർ വിദ്യാർത്ഥികളുടെ സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. രാവിലെ ഇവര് റാഗിങ്ങിന് ശ്രമിച്ച് പിടിച്ചുകൊണ്ടുപോയി റാഗ് ചെയ്യാൻ ശ്രമിച്ച് അപ്പൊ അവര് ഇവനത് ചെയ്യാൻ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോ ഇവര് പിറ്റേ ഇന്റർവെൽ സമയത്ത് ഉച്ചയ്ക്കുള്ള ഇന്റർവെൽ സമയത്ത് ഇവൻ ടോയ്ലറ്റിൽ കയറി. ഇവൻ കയറിയ സമയത്ത് സീനിയേഴ്സിനും ജൂനിയേഴ്സിനും വേറെ വേറെ ടോയ്ലറ്റ് ഉണ്ട്. ഇവര് ഈ ജൂനിയേഴ്സിന്റെ ടോയ്ലറ്റിലേക്ക് സീനിയേഴ്സ് ഇവൻ കയറിയതിന്റെ പിറകെ ഒരു 10-20 കുട്ടികള്, 20-30 ഇടയ്ക്കുള്ള കുട്ടികളെന്ന് പറയുന്നത് എണ്ണം കറക്റ്റ് അവനറിയില്ല. അതിൽ 4-5-6 പേരെ അവന് കറക്റ്റായിട്ട് അറിയാം. പേര് പോലും അറിയില്ല. നമ്മൾ കുറെ തപ്പി കഴിഞ്ഞിട്ടാ നമുക്ക് പേരെല്ലാം കിട്ടിയത് തന്നെ. മർദ്ദനത്തിനു ശേഷം വിദ്യാർത്ഥിയെ ലൈംഗിക വൈകൃതത്തിന് പ്രേരിപ്പിക്കുകയും ലൈംഗികാവയവത്തിൽ ക്ഷതം ഏൽപ്പിക്കുകയും ചെയ്തു. മർദ്ദനത്തെക്കുറിച്ച് മറച്ചുവെച്ച വിദ്യാർത്ഥി 2 ദിവസങ്ങൾക്കു ശേഷം ശനിയാഴ്ചയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ശരീരത്തിൽ പരിക്കും ചതവുമുണ്ട്. സംഭവത്തിൽ കുറുപ്പുംപടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ കൈമാറും. കൈരളി ന്യൂസ്, കൊച്ചി.